നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പാലൊന്നും കുടിച്ചേ. എനിക്ക് പാലൊന്നും വേണ്ട. അമ്മന്ന് പോവാൻ നോക്കിയേ. എന്തു പറ്റിയടാ നിനക്ക്? വിശപ്പൊന്നും തോന്നില്ലേ? വിശപ്പുണ്ട്, പക്ഷെ കഴിക്കാനൊന്നും തോന്നുന്നില്ല. എടാ വിശപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കേ. കഴിച്ച എന്താ കുഴപ്പം? ഭക്ഷണം കഴിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, കല്യാണം കഴിക്കുന്ന കുഴപ്പം. ഓ മനസ്സിലായി. നിന്റെ അച്ഛൻ പറഞ്ഞത് ആലോചിക്കാണോ നീ? അയാൾ അങ്ങനാടാ ഓരോന്ന് പറഞ്ഞ് നമ്മളെ കൺഫ്യൂഷൻ ആക്കും. നീ അയാള് പറയുന്ന ഒന്നും ഓർക്കണ്ട. ഫ്രോഡെന്ന് വിളിച്ച നാവുകൊണ്ട് എന്നെ മോനേന്ന് വിളിച്ചില്ലേ? അച്ഛൻ പറഞ്ഞത് ശരിയാന്നാ എനിക്ക് തോന്നുന്നേ. എടാ അയാള് നിന്റെ സന്തോഷം കാണാൻ വേണ്ടിട്ടൊന്നും അല്ലാതെ പറഞ്ഞത്. നിനക്കൊരു നല്ല ജീവിതവും പേരും വരാതിരിക്കാനാ. അച്ഛൻ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു, പക്ഷേ ഇന്ന് എന്നെ ഒരു മകനായിട്ട് അംഗീകരിച്ച സംസാരിച്ചത്. എടാ നിനക്ക് അയാളെ അറിയാഞ്ഞിട്ട് അരവിന്ദേ വിശ്വസിക്കണ്ട. ഈ സ്വത്തൊക്കെ എഴുതി വാങ്ങി നിന്നെ ചതിച്ചില്ലേ നിന്റെ അച്ഛനെന്ന് പറഞ്ഞ ഈ പടുഭാവി. എടാ വീണ്ടും അയാൾ നിന്നെ ചതിക്കാൻ നോക്കുക. എടാ സ്വത്തിന്റെ കാര്യത്തിൽ നീ ചതിക്കപ്പെട്ടു, പക്ഷെ കല്യാണത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ആവരുത്. അമ്മേ എടാ നിന്റെ അച്ഛന്റെ വാക്കുകളൊക്കെ കാറ്റി പറത്തി കളയടാ. ശ്രേയായിട്ട് നിന്റെ കല്യാണം നടന്നാലേ നീ ആരായിരിക്കും എന്നൊന്നും ആലോചിച്ച് നോക്ക്. അത് ആലോചിച്ച എനിക്കിപ്പോ കൺഫ്യൂഷൻ. എടാ അതെ അമ്മേ, വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ചീഫ് എഞ്ചിനീയർ എന്തിന് ഒരു പണിയില്ല തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കണം? ആകാശിന്റെ ചാരുവിന്റെ ജീവിതം നശിപ്പിക്കാനല്ലേ? അല്ലടാ, അമ്മ തന്നെ പറഞ്ഞതല്ലേ ശ്രേയെ കല്യാണം കഴിച്ചാൽ ഭർത്താവ് എന്ന ഒരു അവകാശം കാണിക്കാൻ പാടില്ലെന്ന്. അവളെ ഞാൻ കല്യാണം കഴിച്ചാ എങ്ങനെ ഇരിക്കും? ആകാശിനോടും ചാരുവിനോടുള്ള പക, അവരോട് പ്രതികാരം ചെയ്യണം. അതിന് എന്റെ ലൈഫ് യൂസ് ചെയ്യുന്നു. ഇതൊക്കെ മനസ്സിലാവാതിരിക്കാൻ ഞാനത് പൊട്ടനാണോ? എടാ നീ ചിന്തിക്കുന്ന പോലെ അല്ല. ശ്രേയ നമ്മുടെ ആളാ. നമ്മൾ അവളെയാടാ യൂസ് ചെയ്യാൻ പോകുന്നത്. നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ എല്ലാം നടക്കും. ഇല്ലമ്മേ, എനിക്ക് ആലോചിക്കണം. ഞാനെടുത്ത തീരുമാനം ശരിയോ തെറ്റോന്ന് എനിക്ക് ആലോചിച്ച് തീരുമാനിക്കാൻ പറ്റൂ. എടാ 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 മോനെ, ഞാൻ പറയുന്നതും കൂടെ ഒന്ന് കേക്ക്. എടാ നിന്നെ അയാള് മാറ്റിയെടുക്കാൻ നോക്ക. എന്റെ മക്കൾ അതൊന്നും വിശ്വസിക്കല്ലേ. എടാ നിന്റെ കൂടെ എന്നും അമ്മയുണ്ടാവും. അമ്മയെന്ന് പോയേ, എന്നെ ഒന്ന് വെറുതെ വിട്. പോവാൻ പറഞ്ഞില്ലേ? ശരി, ഞാൻ പോയേക്കാം. പക്ഷേ നീ ഒന്ന് ആലോചിക്കേ. അപ്പൊ നിനക്ക് മനസ്സിലാവും അമ്മ പറഞ്ഞതാ ശരിയെന്ന്.